واتقوا الله واعلموا أنكم إليه تحشرون صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കരുണയും ഔദാര്യവും കൃപയും ദയയുമുള്ളവനാണ്. പടച്ചവന്റെ കാരുണ്യം പല നിലയിലാണ് അനുദിനം വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാരുണ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരുണ്യമാണ്, കാരുണ്യത്തിൻ്റെ സാഗരത്തിലാണ് നാം എല്ലാവരും ഈ നിമിഷങ്ങൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീത റമദാൻ മാസം വെള്ളിയാഴ്ച രാവും പകലും ഹജ്ജിന്റെ ദിനരാത്രങ്ങൾ, ഇങ്ങനെ വളരെ അമൂല്യമായ സന്ദർഭങ്ങളിൽ ഒന്നാണ് റമദാൻ മാസം. റമദാൻ മാസത്തെ മുഴുവനും റഹ്മാനായ റബ്ബ് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചെങ്കിൽ അതിൻ്റെ രണ്ടാം പകുതിയെ കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയുണ്ടായി. അവസാനത്തെ 10 അതിനേക്കാളെല്ലാം അനുഗ്രഹ നിബിഡമാക്കി. അവസാനത്തെ 10 ഏതെങ്കിലും ഒരു രാത്രിയിൽ സാധാരണ സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ലൈലത്തുൽ ഖദർ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ സമ്പാദിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. സഹോദരങ്ങൾ, റമദാനിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം എല്ലാവരും നീങ്ങുമ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ചിന്ത വേണം. എന്ത് വിതച്ചു എന്തു കൊയ്തു എന്ന്. ഒരു മാസം നാം അള്ളാഹു നൽകിയ അവസരങ്ങളെ എങ്ങനെ ഉപയോഗിച്ചു, ഇനി തുടർന്നുള്ള മാസങ്ങളിൽ അടുത്ത ലൈലത്തുൽ ഖദർ വരെയും നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു വിശ്വാസിയുടെ ലക്ഷ്യം രണ്ടാലൊന്ന് സംഭവിക്കലാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും നന്മയിൽ മരിക്കലാണ്, അല്ലെങ്കിൽ ആ നന്മയുടെ ചൈതന്യത്തിൽ മരിക്കലാണ്. ഇതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങളുടെ മരണം പടച്ചവന് പൊരുത്തമുള്ള നിലയിലായിരിക്കണം. എന്താണ് ആ പൊരുത്തം? ഒന്നുകിൽ ഏതെങ്കിലും നന്മയിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ ആ നന്മയുടെ ചൈതന്യത്തിൽ മരിക്കണം. ഒന്നുകിൽ നമസ്കാരത്തിൽ മരിക്കണം, അല്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ ഐശ്വര്യത്തിലായിട്ട് മരിക്കണം. മഗ്‌രിബിന് മുമ്പായി നമ്മളുടെ മരണം സംഭവിക്കുന്നെങ്കിൽ ഈ നമസ്കാരത്തിൽ നിന്ന് ആർജിച്ച അനുഗ്രഹത്തിന്റെ ഐശ്വര്യത്തിന്റെ ശീതള ഛായയിൽ നമ്മൾ മരിക്കണം. ഇതുപോലെ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് 2 ലക്ഷ്യമാണ് വേണ്ടത്. ഒന്ന്, അള്ളാഹു എനിക്കും നിങ്ങൾക്കും പടച്ചവന്റെ പൊരുത്തത്തിനായി ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാകട്ടെ. അടുത്ത റമദാൻ വരെയും നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ റമദാനിനേക്കാളും കുറച്ചും കൂടി നല്ല നിലയിൽ അടുത്ത റമദാൻ മാസം കഴിച്ചുകൂട്ടണം എന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ഇനി അടുത്ത റമദാനിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും നമ്മളുടെ മരണം സംഭവിക്കുന്നെങ്കിൽ
ഈ റമദാനിന്റെ തണലിലായി മരിക്കണം എന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം. ഇതാണ് ലൈലത്തുൽ ഖദർ മുതൽ ലൈലത്തുൽ ഖദർ വരെ എന്നതുകൊണ്ടുള്ള ലക്ഷ്യം. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഓരോ നന്മകൾക്കും രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് നന്മയുടെ ഘട്ടം, രണ്ട് ആ നന്മയുടെ ചൈതന്യത്തിന്റെ ഘട്ടം. നമസ്കാരം ഒരു നന്മയാണ്. അടുത്ത നമസ്കാരം വരെയുള്ള സമയം ഈ നമസ്കാരത്തിന്റെ ചൈതന്യമാണ്. നോമ്പൊരു നന്മയാണ്. അടുത്ത നോമ്പ് വരെയുള്ള ഘട്ടം ഈ നോമ്പിന്റെ ചൈതന്യത്തിന്റെ ഘട്ടമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജിഹാദിന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിൽ നാട്ടിലേക്ക് വരുമ്പോൾ അരുളുകയുണ്ടായി, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. ചെറിയ ജിഹാദിൽ നിന്നും വലിയ ജിഹാദിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, നമസ്കാരം അതിന് സ്ഥാനം കുറയ്ക്കലല്ല. നമസ്കാരത്തിന് ശേഷമുള്ള ചൈതന്യത്തിന്റെ ഘട്ടം വെച്ച് നോക്കുമ്പോൾ അസർ നമസ്കാരം ചെറിയ നമസ്കാരമാണ്. അസർ മുതൽ മഗ്രിബ് വരെയുള്ള ഈ സമയം വലിയ അസർ നിസ്കാരത്തിന്റെ സമയമാണ്. നോമ്പിനെ ഒരിക്കലും വില കുറച്ച് കാണിക്കുന്നതല്ല. പക്ഷേ ഈ നോമ്പിന്റെ ഘട്ടം ചെറിയ നോമ്പിന്റെ ഘട്ടമാണ്. ശവ്വാൽ 1 മുതൽ അടുത്ത റമദാൻ വരെയുമാണ് വലിയ നോമ്പിന്റെ ഘട്ടം. 12-11 മാസം നീളുന്ന ഘട്ടം. ഇത് ചെറിയ നോമ്പാണ്, 30 ദിവസം അല്ലെങ്കിൽ 29 രാപകലുകൾ. പക്ഷേ വലിയ നോമ്പ് ആരംഭിക്കുന്നത് പെരുന്നാളിന്റെ ശവ്വാലിന്റെ പിറ കാണപ്പെട്ടത് മുതൽ അടുത്ത റമദാനിന്റെ പിറ കാണുന്നത് വരെയുമാണ്. ഹജ്ജ് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഹജ്ജിന്റെ ആ കർമ്മം ചെറിയ ഹജ്ജാണ്. വലിയ ഹജ്ജ് കഴിഞ്ഞ് ഹാജ് വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞ് ഒന്നെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ 10 വർഷം, അല്ലെങ്കിൽ 50 വർഷം അവൻ ജീവിക്കും. ഈ നീണ്ട ഘട്ടമാണ് വലിയ ഹജ്ജിന്റെ ഘട്ടം. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദര, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ അവസാന നിമിഷങ്ങളിൽ നൽകുന്ന ഉപദേശമാണ്. ലൈലത്തുൽ ഖദർ നൽകുന്ന സന്ദേശമാണ്. പടച്ചവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നിങ്ങളെക്കാളെല്ലാം അർഹതയുള്ള, എന്നെ ശരിക്കും വിനിയോഗിച്ച ധാരാളം ആളുകൾക്ക് ലഭിച്ചിട്ടില്ലാത്ത അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയുണ്ടായി. എന്റെ പരിമിതമായ അറിവിൽ മാത്രം ഈ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് നമ്മളെക്കാളും വിനീതനേക്കാളും ദീനിനോട് വലിയ കൂറും കൃപയുമുള്ള ധാരാളം ആളുകൾ കിടപ്പുണ്ട്. റമദാൻ മാസത്തെ നല്ല നിലയിൽ വിനിയോഗിച്ച, നോമ്പിനെ അനുഗ്രഹമായി അവസരമായി കണ്ട ധാരാളം ആളുകൾ കിടപ്പുണ്ട്. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. പടച്ചവനവരെ ഖബറുകളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. റമദാനും ലൈലത്തുൽ ഖദറും പറയുന്നു, പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെയുള്ള ധാരാളം നല്ലവർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഹിജ്റ 1437 വർഷത്തെ നോമ്പ് പടച്ചവൻ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. പക്ഷെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കും. ഈ വലിയ നോമ്പ് നിങ്ങൾ എന്റെ ചൈതന്യത്തിലായി കഴിച്ചുകൂട്ടാൻ പരിശ്രമിക്കണം. നോമ്പും ലൈലത്തുൽ ഖദറും നമ്മളോട് ഈ അവസാന നാളുകളിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഉപദേശമാണ്. സഹോദരങ്ങളെ, നോമ്പ് പിടിക്കൽ ഒന്നാണ്, നോമ്പുകാരനായി ജീവിക്കൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കി, റമദാനിലെ നോമ്പ് ചെറിയ നോമ്പും റമദാനിന് ശേഷമുള്ള സമയം വലിയ നോമ്പുമാണെങ്കിലും അള്ളാഹു ചെറിയ നോമ്പിന് കടുത്ത നിയമങ്ങൾ വെച്ചു. വലിയ നോമ്പ് പടച്ചവന്റെ കരുണ കൊണ്ട് വളരെയധികം എളുപ്പമാക്കി. ഈ നോമ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ. സുബഹി മുതൽ മഗ്രിബ് വരെയും ആഹാര പാനീയങ്ങൾ പാടില്ല, ഭാര്യ ഭർത്തൃ സംസർഗം പാടില്ല. കുറെ നിയമങ്ങൾ അല്ലാഹു തആല വെക്കുകയുണ്ടായി. എന്നാൽ വലിയ നോമ്പിൽ ഇങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല.
മൂന്ന് കാര്യങ്ങൾ മാത്രം പാലിച്ചാൽ നമ്മൾ വലിയ നോമ്പുകാരായി തീരും. മൂന്ന് കാര്യങ്ങൾ ഞാനും നിങ്ങളും ഈ റമദാനിൽ നിന്നും ആർജിച്ച് അടുത്ത റമദാൻ വരെയും കൊണ്ട് നടക്കുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ രണ്ടാലെന്ന് സംഭവിക്കും. ഒന്നുകിൽ അടുത്ത റമദാനിൽ ഇതിനേക്കാളും വളരെ നല്ല അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. അല്ലാഹു ആക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഇടയ്ക്ക് മരണം സംഭവിച്ചാലോ ഒന്നാന്തരം മരണം റമദാനിന്റെ വെളിച്ചത്തിലായി ഐശ്വര്യത്തിലായി മരിക്കാൻ കഴിയുന്നതാണ്. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈ റമദാൻ പറയുന്നു പാപങ്ങൾ അടുത്ത റമദാൻ വരെയും ചെയ്യുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹുവിനെ സ്നേഹിച്ചും ഭയന്നും പാപങ്ങൾ വർജിക്കുന്നതിനാണ് റമദാൻ മാസം അല്ലാഹു നൽകിയിരിക്കുന്നത്. നോമ്പിന് മാത്രമല്ല. ശേഷം നോമ്പിനെ പറ്റി പറഞ്ഞ അവസാനം അല്ലാഹു വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്: കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. നോമ്പ് പിടിക്കേണ്ടതുപോലെ ഒരു മനുഷ്യൻ പിടിക്കുകയാണെങ്കിൽ അവനിൽ തഖ്വയാകുന്ന വലിയ മൂലധനം ആർജിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നോമ്പിന്റെ ഒന്നാമത്തെ ഉപദേശം പാപങ്ങൾ വർജിക്കും. ഈ നാളുകൾ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പടച്ചവന് വേണ്ടി അല്ലാഹു മറ്റ് നാളുകളിൽ അനുവദിച്ച ആഹാരപാനീയങ്ങളും ഭാര്യ ഭർത്തൃ സംസർഗവും നിങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ ഒരു 11 മാസത്തേക്ക് അല്ലാഹു എപ്പോഴും നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കരുത്, കണ്ണിനെ സൂക്ഷിക്കൻ, കാതിനെ സൂക്ഷിക്കൻ, വയറിനെ സൂക്ഷിക്കൻ, അവയവങ്ങളെ സൂക്ഷിക്കൻ, ജീവിത വിശുദ്ധി ഉണ്ടാക്കിയെടുക്കൻ. ദിൽ ബദസ്ത് ഹജ്ജ് അക്ബറസ്ത്. ആത്മനിയന്ത്രണം ഏറ്റവും വലിയ ഹജ്ജാണ്, ഏറ്റവും വലിയ നോമ്പാണ്, ഏറ്റവും വലിയ നിസ്കാരമാണ്. മനസ്സിനെ കയ്യിന്റെ പിടിയിൽ ഒതുക്കൽ, അതിന്റെ ചാഞ്ചല്യത്തിനും കുതിപ്പിനും മനസ്സിനെ വിടാതിരിക്കൽ ഏറ്റവും വലിയ നന്മയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മുഴുവൻ പാപങ്ങളെയും നമ്മൾ വർജിക്കുമെന്ന് ഈ രാവുകളിൽ പ്രത്യേകിച്ചും അവസാന നിമിഷങ്ങളിൽ നമ്മൾ അധികമായി തീരുമാനമെടുക്കണം. പലപ്പോഴും 27-ാം രാവുകളിൽ തൗബ ചെയ്യാറുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷേ ആ തൗബ ഒരു ഉറച്ച പ്രതിജ്ഞയായിരിക്കണം, തീരുമാനമായിരിക്കണം. ഞാൻ മേലിൽ തിന്മയുമായി ബന്ധപ്പെടുകയില്ല എന്ന ഉറച്ച തീരുമാനം വേണം. നമ്മൾ പാപങ്ങളുടെ ലിസ്റ്റ് എടുക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കി, എന്നിട്ട് അതിൽ നിന്നും പാപങ്ങളെ തെരഞ്ഞെടുത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ വരെയും ഈ പാപങ്ങളുമായി ബന്ധപ്പെടുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കും. പടച്ചവൻ വഴി തുറന്നു തരും. വലിയ നോമ്പിന്റെ രണ്ടാമത്തെ നിബന്ധന ഫർദായ കർമ്മങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കും. തറാവീഹ് നമസ്കരിക്കേണ്ട നോമ്പിന് ശേഷം. പക്ഷെ ഫർദായ കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി നിർവഹിക്കും. റമദാൻ മാസങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ ഇനി ഫീച്ചറുകൾ വരും, ഫോട്ടോകൾ വരും. അവസാനത്തെ ജുമുഅ മസ്ജിദ് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ആളുകൾ ഒഴുകി. അല്ലാഹുവിൽ സത്യം, നമുക്കതിൽ വലിയ സന്തോഷമൊന്നും വരാറില്ല. റമദാനിൽ മാത്രമായി ഒരു ജുമുഅ നിസ്കാരവും ഒരു അസ്ർ നിസ്കാരവുമില്ല, ജീവിതത്തിലേക്ക് മുഴുവനുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഉറച്ച തീരുമാനം, ഫർളുകൾ നിർവഹിക്കും. അതിലാദ്യത്തെ കാര്യം 5 വക്ത് നമസ്കാരം നിർവഹിക്കും. മാഷാ അല്ലാഹ്, എന്തു നല്ല സൗകര്യമാണ്. കായംകുളം ജുമാഅത്ത് പള്ളിയുടെ വലിയൊരു പ്രത്യേകതയാണ്, ഓരോ പ്രാവശ്യം വരുന്തോറും ഓരോരോ പുതുമകളും സൗകര്യങ്ങളും അൽഹംദുലില്ലാഹ് കാണുന്നു. എന്റെ വരവിന്റെ ദൈർഘ്യമാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള സഹോദരങ്ങളുടെ സുമനസ് കാരണം പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണോ എന്താണെന്നറിയില്ല.
ഒന്നാം തരം വിരിപ്പ്, ഫാനിന്റെ നല്ല സൗകര്യം. ഇന്ന് അസറിന് മുമ്പ് ഞാൻ പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിൽ ഒന്നിങ്ങനെ മനസ്സിൽ ഓടിക്കുകയായിരുന്നു. വളരെ ചെറിയ സൗകര്യം, വധുവിന്റെ ചെറിയ സൗകര്യം, മൂത്രപ്പുരയുടെ കുറഞ്ഞ സൗകര്യം. മാഷാ അല്ലാഹ്, എന്ത് സൗകര്യം മൂത്രപ്പുരയും. വധുവെടുക്കാൻ എന്തൊരു ആനന്ദം. മസ്ജിദിലേക്ക് കയറുമ്പോൾ എത്ര വലിയ റാഹത്ത്, ബർക്കത്ത്. അള്ളാഹു ഇതിനു വേണ്ടി സമ്പത്ത് മുടക്കിയ, ഇതിനുവേണ്ടി അധ്വാനിച്ച, ശുപാർശ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഉയർന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ വഴികൾ മനോഹരം. സുബഹിക്കെഴുന്നേറ്റ് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ട് പഴയ കാലഘട്ടത്തിലായിരുന്നു. 4 മണിക്ക് എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, വെള്ളം കോരുന്നു, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട്, വെള്ളം കോരി ഒതുവെടുക്കുന്നു, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു, ദിക്റും ദുആയും ചെയ്തുകൊണ്ട് ചൂട്ട് കത്തിച്ച് മസ്ജിദിലേക്ക് വരുന്നു. നമ്മൾ ആരെങ്കിലും അടുത്ത കാലഘട്ടത്തിൽ മസ്ജിദിലേക്ക് വരാൻ വേണ്ടി ടോർച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. പടച്ചവൻ എന്ത് വലിയ സൗകര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രയോജനപ്പെടുത്തി ഫർദ് നിസ്കാരം നിർബന്ധ ബുദ്ധിയോടുകൂടി നിസ്കരിക്കും, ജമാഅത്തായി നിസ്കരിക്കും. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. വീടിനടുത്തുള്ള വ്യക്തിക്ക്, പുരുഷന് മസ്ജിദിനടുത്തുള്ള പുരുഷന് മസ്ജിദിലല്ലാതെ നിസ്കാരമില്ല. അതുകൊണ്ട് നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ, നല്ല നിലയിൽ നിസ്കരിക്കാൻ. ഇതുപോലെ സഹോദരങ്ങളെ നോമ്പ് പിടിച്ചു. നാം എല്ലാവരും അടുത്ത ഫർളായ സക്കാത്തുമായി ബന്ധപ്പെടുന്നു. സക്കാത്ത് നമ്മൾ കൊടുക്കും. അതിനെപ്പറ്റി പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു കാണും സക്കാത്തിനെ പറ്റി. ഇവിടെ ഒരു വിഷയം പറയുകയാണ്. സക്കാത്ത് ഇന്ന് ധാരാളം ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഒരുമിച്ച് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പലർക്കും ചെറിയ ബേജാറുകൾ വരാറുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക ഞെരുക്കമുള്ളവർക്ക്. ഈ റമദാൻ മുതൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമ്പത്തിന്റെ 2.5% സക്കാത്തിന് വേണ്ടി മാറ്റിവെച്ച് നമ്മൾ അർഹരായ ആളുകളെ കാണുന്നതിനനുസരിച്ച് കൊടുത്തു തുടങ്ങി. ഉദാഹരണത്തിന്, ഇന്ന് രോഗം വ്യാപകമാണ്. അല്ലാഹു നമുക്കെല്ലാം ആഫിയത്ത് നൽകുമാറാകട്ടെ. ചികിത്സയും ഭാരിച്ച ചെലവാണ്. നമ്മുടെ അടുത്തൊരു സഹോദരനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുകയുണ്ടായി. ഞങ്ങളോട് വലിയ കൃപയും കരുണയും സഹായം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പാവത്തിന് ശേഷിയില്ല. രോഗം വന്നു, സമ്പത്ത് മുഴുവനും ആ വഴിയിൽ പോവുകയുണ്ടായി. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്നിട്ട് വലിയ സന്തോഷത്തിൽ, സമാധാനത്തിൽ പടച്ചവൻ എന്നെ പൊരുത്തപ്പെട്ടാൽ മതി എന്ന് വലിയ ഒരു ദുആയോടുകൂടി ആ മനുഷ്യരിയ്ക്കുന്നു. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബങ്ങളിൽ രോഗങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മളെല്ലാവരും കാണാൻ പോകാറുമുണ്ട്. ഈ മാറ്റിവെച്ച പൈസയിൽ നിന്നും അവർക്കെടുത്ത് കൊടുക്കൽ സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ഒന്നാന്തര സ്ഥലമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സക്കാത്ത് സാധുവിന് കൊടുക്കുന്നൊരു പുണ്യകർമ്മം, കുടുംബക്കാരന് കൊടുക്കുന്നൊരു പുണ്യകർമ്മവും കുടുംബബന്ധം ചേർക്കലും. ആവശ്യക്കാരെ കാണുന്നതനുസരിച്ച് നമ്മൾ സക്കാത്ത് കൊടുത്തുകൊണ്ട് എന്നിട്ട് ഡയറിയിൽ കുറിച്ചു വയ്ക്കുന്നു. ഷവ്വാലിൽ 5000 രൂപ കൊടുത്തു, ദുൽഖഅദയിൽ ഞാൻ 3000 രൂപ കൊടുത്തു, നമ്മൾ കുറിച്ചു വയ്ക്കും. അടുത്ത റമദാനിൽ നമ്മൾ കണക്കെടുക്കും. കടയിലെ സാധനങ്ങൾ, അതിന് സക്കാത്തിന്റെ പൈസ നമ്മൾ കണക്കെടുക്കും. എനിക്ക് 60,000 രൂപ സക്കാത്ത് കൊടുക്കാനുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ 40,000 സക്കാത്തായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി 20,000 സക്കാത്ത് കൊടുത്താൽ മതി. ഒരൊറ്റയടിക്ക് നമ്മൾ ഫണ്ടെടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ കൊടുത്തുകൊണ്ട് ഇരുന്നു, 65,000 ഞാൻ സക്കാത്തായിട്ട് കൊടുത്തു, 5,000 സദഖയായിട്ട് ആ സമയത്ത് നിയ്യത്ത് ചെയ്യും. അൽഹംദുലില്ലാഹ്, എന്റെ സക്കാത്തിന് ബാധ്യത കഴിഞ്ഞു. വളരെ എളുപ്പമാണ് സക്കാത്ത് കൊടുക്കൽ. ഒന്നാമതായിട്ട് സക്കാത്തിന് അംശം തന്നെ വളരെ കുറവ്. അത് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ സക്കാത്തിന്റെ നിയ്യത്തിലായി. പക്ഷെ അർഹരെ കാണണം, അർഹരെ കാണാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കൽ കുടുംബങ്ങളെ സന്ദർശിക്കുന്ന അല്ലാഹു നമുക്ക് സക്കാത്തിന് ഏറ്റവും അർഹതപ്പെട്ടവരെ കാണിച്ചു തരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധുക്കളുടെ ഏരിയകളിലൂടെ വെറുതെ ഒന്ന് നടക്കും. ആളുകൾക്ക് 2-3 പ്രാവശ്യം സലാം പറയും. എന്നിട്ട് വിശേഷം സുഖങ്ങൾ ആളുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും. പടച്ചവൻ തീർത്തും അർഹതപ്പെട്ട ആളുകളെ നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരും. അതുകൊണ്ട് നമ്മൾ സക്കാത്തുമായി ബന്ധപ്പെടും, ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെടും ഫർളായ കാര്യം.
എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളിൽ ഹജ്ജ് നിർബന്ധമായി ഹജ്ജ് ചെയ്യാത്ത സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ നടത്തി. ഈ അടുത്ത കാലഘട്ടത്തിലായി ഉംറയുടെ ഒരു ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷേ പലരും ഞാൻ ഉംറ ചെയ്തു മതി എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്നുണ്ട്. അടുത്തൊരു സഹോദരൻ പറയുകയുണ്ടായി, ഉംറ എന്നാൽ 50 വർഷം മുമ്പും ഹജ്ജ് എന്നാൽ 100 വർഷം മുമ്പും. എന്തൊരു ഉറപ്പാണെന്ന് നോക്കിക്കേ ആളുകൾക്ക്. നിന്ന നിപ്പിലാണ് 30കാരൻ ഈ ലോകത്ത് നിന്നും വിട പറയുന്നത്. വളരെ പെട്ടെന്നാണ് ചെറിയൊരു രോഗത്തെ തുടർന്ന് 50 വയസ്സുകാരൻ അല്ലാഹുവിലേക്ക് യാത്രയാകുന്നത്. നമ്മൾ വളരെ കൂളായിട്ട് പറയുന്നു 50 വയസ്സിന് മുമ്പ് ഉംറ ചെയ്താൽ മതി, 100 മുമ്പായിട്ട് ഹജ്ജ് ചെയ്താൽ മതി. സഹോദരങ്ങളെ, ഹജ്ജിന് വേണ്ടി മുടക്കുന്ന 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുന്നു. ഈ രീതിയിൽ ഫർളായ കാര്യങ്ങൾ നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യുമെന്ന് തീരുമാനമെടുക്കുക. ഇതാണ് വലിയ നോമ്പിലേക്ക് വേണ്ടി ഈ റമദാൻ മാസം നൽകുന്ന ഉപദേശം. 1, പാപങ്ങൾ വർജിക്കൽ, സാമ്പത്തികമായ ശാരീരികമായ നാവ് കൊണ്ടുള്ള മുഴുവൻ പാപങ്ങളും വർജിക്കൽ, തൗബ ചെയ്തവരോട് അടുക്കാതിരിക്കൽ. 2, ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ വരെയും പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതിൽ ഉറച്ചു നിൽക്കും. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ കാണിക്കും, സക്കാത്ത് കൊടുക്കും, പരിശുദ്ധമായ ഹജ്ജ് ഫർദാണെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങും. അടുത്ത റമദാനിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല നിലയിൽ നോമ്പ് പിടിക്കും. റമദാനിന്റെ അവസാനം എടുക്കേണ്ട 2ാമത്തെ തീരുമാനമാണ്, വലിയ നോമ്പിന്റെ 2ാമത്തെ ഘടകമാണ്. വലിയ നോമ്പിന്റെ 3ാമത്തെ ഘടകം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്തുകളെ ആദരിക്കുകയും കഴിയുന്നത്ര പകർത്തുകയും ചെയ്യുക. വളരെ ലഘുവായ നിലയിലാണ് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ, ജീവിത രീതികൾ, ജീവിത മര്യാദകൾ മുഴുവനും ആദരിക്കണം. അതിന് വിട്ടുവീഴ്ചയില്ല. നിന്റെ താടി കൊള്ളത്തില്ല, അതിന്റെ തലപ്പാവ് കൊള്ളത്തില്ല, ഇങ്ങനെയുള്ള സംസാരം പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുതാണെങ്കിലും മുഴുവൻ സുന്നത്തുകളെയും ആദരിക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതെന്റെ കാര്യം. പക്ഷെ ഹബീബിന്റെ സുന്നത്തിനെ ഞാൻ ആദരിക്കും. അല്ലാഹ് ഇഷ്ടപ്പെട്ട കാര്യമാണ്. മുഴുവൻ സുന്നത്തുകളെയും നമ്മൾ ആദരിക്കും. എന്നിട്ട് കഴിയുന്നത്ര നമ്മൾ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തും. മസ്ജിദിൽ പാലിക്കേണ്ട സുന്നത്തുകൾ, വീട്ടിൽ പാലിക്കേണ്ട സുന്നത്തുകൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ, ആ സുന്നത്തുകളെയും മനസ്സിലാക്കണം. സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ തൊപ്പി വെക്കുക, താടി വെക്കുക, അതുപോലെ തന്നെ ദീനിയായ വേഷവിധാനം, ഇതെല്ലാം സുന്നത്താണ്. സുന്നത്ത് നിസ്കാരം, മസ്ജിദിൽ വലത്തേക്കാലും കൊണ്ട് കയറൽ, ഇടത്തേക്കാലും കൊണ്ട് ഇറങ്ങൽ സുന്നത്താണ്. സഹോദരങ്ങളെ, വീടുമായി ബന്ധപ്പെട്ട സുന്നത്തുകളുണ്ട്. നമ്മളുടെ കുടുംബത്തിൽ പാലിക്കേണ്ട സുന്നത്തുകളുണ്ട്. ഉദാഹരണത്തിന് അമൽ ചെയ്യാൻ പറയുകയാണ്. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീട്ടിൽ കടക്കുമ്പോൾ 3 സുന്നത്തുണ്ട്, വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ 3 സുന്നത്തുണ്ട്. വെറും സുന്നത്തല്ല, എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതം ഭദ്രമാകാൻ, സ്നേഹനിർഭരമാകാൻ, വിശ്വാസത്തിൽ അധിഷ്ഠിതമാകാനുള്ള സുന്നത്തുകളുണ്ട്. ഒരു പണ്ഡിതന്റെ അരികിൽ ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരനും വരികയുണ്ടായി. ഇന്നത്തെ കാലഘട്ടത്തിലെ കുഴപ്പമാണ്. വളരെ ധൃതിയിൽ കല്യാണം, വളരെ ധൃതിയിൽ വിട്ടുപിരിയൽ, ഓവർ സ്പീഡാണ് 2 കാര്യത്തിനും. വളരെ പതുക്കെ ആലോചിച്ച് നിക്കാഹ് ചെയ്യണം, പിന്നെ അതിന് ഉറച്ചു നിൽക്കണം, ഒരു നിലയ്ക്കും വിടാൻ പാടില്ല. അവർ 2 പേരും വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിക്കാഹിന്റെ സമയത്ത് ഞങ്ങൾ താങ്കളെ കൊണ്ടാണ് നിക്കാഹ് ചെയ്യിപ്പിച്ചത്, ഒരു തീരുമാനമെടുത്തിരുന്നു. ഞങ്ങൾക്കിടയിൽ വല്ല പ്രശ്നങ്ങളും വന്നാൽ ഒരു തീരുമാനം താങ്കളെ കൊണ്ട് എടുപ്പിക്കാമെന്ന് ഞങ്ങൾ ഒരു തീരുമാനം നിക്കാഹിന്റെ സമയത്ത് എടുക്കുകയുണ്ടായി.
ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മുഴുവൻ സമുദായത്തിലെ അംഗങ്ങളെയും ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിക്കാഹിന്റെ സമയത്ത് വധുവിനെയും വരനെയും കൊണ്ട് പ്രസ്താവന നടത്തി ഒപ്പിടിയിക്കണം, ഞങ്ങൾ ഇസ്ലാമികമായി ജീവിക്കും. വല്ല വിഷയങ്ങളും വന്നാൽ ഇന്ന മഹല്ല് കമ്മിറ്റിയുമായി, ഇന്ന പണ്ഡിത സഭയുമായി, ഇന്ന പണ്ഡിതനുമായി ബന്ധപ്പെട്ട് നീങ്ങുകയുള്ളൂ എന്ന് രണ്ടുപേരെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാൻ പറയുന്നു. ഇതിലൂടെ ഈ ഫോണിലും വാട്സപ്പിലും വട്ടളകുമ്പോഴുള്ള തലാഖുകളൊക്കെ ഇല്ലാതാകുന്നതാണ്. കൂട്ടുകാർ പോലെ ചെയ്യടാ തലാഖ്, കൊടലിമ വെടിവെക്കാൻ വേണ്ടിയിരിക്കും, ഇതെല്ലാം ഇല്ലാതാകേണ്ട വഴിയാണ് ഒരു തീരുമാനം നിക്കാഹിന്റെ സമയത്ത്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒപ്പിടിയിപ്പിക്കുന്നത്. പക്ഷെ ആ ഒപ്പിടിയിപ്പിക്കുന്നതിനെ പറ്റി വ്യക്തമായിട്ട് ആളുകൾക്ക് എന്തിനാ ഒപ്പിടിയിപ്പിക്കുന്നത്? നിക്കാഹ് നടന്നു, ഇനി വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമേ മുമ്പോട്ട് നീങ്ങുകയുള്ളൂ. ഇതിനു വേണ്ടിയാണ് ആ ഒപ്പിടിയിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ താങ്കൾ അനുവദിക്കണം, ഞങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞ് ജീവിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, അതിന് തീരുമാനം ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. നിങ്ങൾ വീട്ടിൽ കടക്കുമ്പോഴും പുറപ്പെടുമ്പോഴുമുള്ള സുന്നത്തുകൾ പാലിക്കുന്നുണ്ടോ? അതോ വീട്ടിൽ കയറുമ്പോൾ സുന്നത്തോ? വീട്ടിൽ കയറുമ്പോൾ ഭർത്താവിന് 3 സുന്നത്തുണ്ട്, ഭാര്യയ്ക്ക് 3 സുന്നത്തുണ്ട്. വീട്ടിൽ നിന്നും ഭർത്താവ് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 3 സുന്നത്തുണ്ട്, ഭാര്യയ്ക്ക് 3 സുന്നത്തുണ്ട്. 1, സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണം. ലോകം മുഴുവനും സലാമും മുസാഫയുമാണ്. ഭാര്യയ്ക്ക് സലാം പറയുന്ന ആളുകൾ. ഹദീസിൽ വന്നത് നിന്റെ സലാമിന് ഏറ്റവും അർഹതപ്പെട്ട നിന്റെ ഭാര്യയാണ്. സലാം പറയണം. 2, മനഃപൂർവ്വം പുഞ്ചിരിക്കണം. 3, ബിസ്മില്ലാഹി പറയണം. ഈ 3 സുന്നത്ത് പാലിക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ സുന്നത്തായ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം. ഒരിക്കലും ശബ്ദിക്കാത്ത മൊബൈല് വീട്ടിൽ കയറുമ്പോൾ ശബ്ദിക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും ശബ്ദിക്കാത്ത മൊബൈൽ നിസ്കാരത്തിനിടയ്ക്ക് അടിക്കും. ശൈത്താനാണ് ഒന്നാമത്തെ അടയാളമാണ്. മയ്യത്ത് നിസ്കാരത്തിനിടയ്ക്ക് അടിച്ചിരിക്കും. ഒരിക്കലും അടിക്കത്തില്ല. മയ്യത്ത് നിസ്കാരത്തിലേക്ക് ലോക ബഹളം, മ്യൂസിക്കോട് മ്യൂസിക്. ഒരിക്കലും അടിക്കത്തില്ല. ട്രെയിനിൽ ഞാൻ മിക്കവാറും പിടിച്ചിരിക്കാറുണ്ട് ആരെങ്കിലും ഫോൺ വിളിച്ച് എടുക്കാൻ വേണ്ടി. ഒരു അള്ളാഹുവിന്റെ അടിമയെ ഒരിക്കലും വിളിക്കാറില്ല. പാഠമെടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നസീഹത്ത് ആരംഭിക്കുമ്പോൾ ചറപറ ഫോൺ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പരാതിയും പറയും, നിങ്ങൾ ഫോൺ എടുക്കത്തേയില്ല. സഹോദരങ്ങളെ, ഫോൺ വിളിക്കാൻ മര്യാദയുണ്ട്. ശരി, പറഞ്ഞു വന്ന കാര്യം ആദ്യം ഫോൺ ഓഫ് ചെയ്ത് വെക്കും. വീട്ടിൽ കയറുമ്പോൾ 10 മിനിറ്റത്തേക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് എല്ലാവരും ഒന്ന് നിയത്ത് ചെയ്യും. 1, സലാം പറയണം. 2, മനഃപൂർവ്വം ചിരിക്കണം. ആ ഹദീസിലുള്ളതാണ്, ലോകത്തിനെ മുഴുവനും ഭാരം തലയിൽ കയറ്റിയ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാതെ വീട്ടിൽ കയറിയിട്ടില്ല. 3, ബിസ്മില്ലാഹി പറയണം. ബിസ്മില്ലാഹി പറയണം. സുന്നത്തല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ സുന്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ആരെങ്കിലും വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി പറഞ്ഞാൽ കമ്പോളത്തിൽ നിന്നും അവിടെ നിന്നെല്ലാം അവന്റെ കൂട്ടത്തിൽ കൂടിയ പിശാചുക്കളോട് പിശാചിന്റെ നേതാവ് പറയുന്നതാണ്, നമുക്ക് വീട്ടിൽ കയറാൻ അനുവാദമില്ല, വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളേ. 2, ആരെങ്കിലും ബിസ്മില്ലാഹി പറയാതെ വീട്ടിൽ കയറിയാൽ അവന്റെ കൂട്ടത്തിൽ കൂടിയ പിശാചുക്കളോട് ചെകുത്താൻ പറയും, നമുക്കിന്ന് രാത്രി കിടന്നുറങ്ങാനും പ്രശ്നമുണ്ടാക്കാനും ഒന്നാം തരം സ്ഥലം കിട്ടി. ബിസ്മില്ലാ മെൻസിൽ, ഫാത്തിമ മെൻസിൽ. മഹാന്മാരുടെ പേരാണ്, പക്ഷെ മഹാന്മാരുടെ ഗുണമില്ല. നമുക്കിന്ന് പറ്റിയ സ്ഥലം കിട്ടി. നമ്മുടെ വീട്ടിലെ പ്രശ്നം ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ. ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീടിന് ഉള്ളിൽ സുന്നത്തുണ്ട്, നിങ്ങൾ പഠിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും 3 സുന്നത്ത് പറയാൻ വിട്ടുപോയി. സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കും. വീട്ടിലേക്ക് ഭർത്താവ് കയറുമ്പോൾ സ്ത്രീകൾക്ക് 3 സുന്നത്തുണ്ട്. 1, മുഴുവൻ ജോലിയും വിട്ട് ഭർത്താവിനെ പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് നല്ല ദുആ ചെയ്തുകൊണ്ട് സ്വീകരിച്ച് വീട്ടിലോട്ട് കയറ്റണം. സ്ത്രീകളുടെ മര്യാദയാണ്, പ്രവാചക പത്നിമാരുടെ മക്കളുടെ ഗുണമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 3 സുന്നത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. 1, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകണം. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടെങ്കിലും. പെണ്ണുങ്ങൾ അതുപോലെ തന്നെ മറുപടി പറയും, ആളെങ്ങോട്ട് പോയി, എവിടെ പോയിരിക്കുക, അങ്ങനെ തന്നെ പറയും.
ഒരു കൂട്ടുകാരന് ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നത് വളരെ അത്യാവശ്യമുണ്ട്, വീണ്ടും വിളിച്ചു. അവസാനം കുറേ വിളിച്ചപ്പോൾ എടുക്കുകയുണ്ടായി. ആളെവിടെ പോയി, എവിടെ പോയി, എപ്പം വരും, എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ഉപദേശിച്ച സഹോദര, ഇത് നിങ്ങളുടെയും കൂടി തെറ്റാണ്, പിന്നെ പെണ്ണുങ്ങളുടെയും തെറ്റുണ്ട്. കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാനും പാടില്ല, നേരെ ചൊവ്വേ സംസാരിക്കുകയും വേണം. അതുകൊണ്ട് ഒന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നബിതങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭാര്യയെ ചുംബിക്കുമായിരുന്നു. ഈ ചുംബനം വൈകാരിക ചുംബനമല്ല, ആദരവിന്റെ ചുംബനമാണ്. ഞാൻ പ്രബോധനത്തിന് പോകുന്നു, നല്ല നിലയിൽ പ്രബോധനം ചെയ്യണമെങ്കിൽ നിന്റെ മനസ്സെന്റെ കൂട്ടത്തിൽ വേണം. ഞാൻ സുജൂദ് ചെയ്യാൻ പോകുന്നു, നല്ല നിലയിൽ സുജൂദ് ചെയ്യണമെങ്കിൽ നീ എന്റെ കൂട്ടത്തിൽ വേണം. ഞാൻ പോരാട്ടത്തിന് പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് പോകുന്നു, വിജയിക്കണമെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന എന്റെ ജീവിതത്തിന്റെ അംശത്തിന്റെ പ്രാർത്ഥനയും പൊരുത്തവും എനിക്ക് ആവശ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോകണം, രണ്ട് സലാം പറഞ്ഞുകൊണ്ട് പുറപ്പെടണം, മൂന്ന് ബിസ്മില്ലാഹി പറഞ്ഞുകൊണ്ട് പുറപ്പെടണം. ഭാര്യമാരും അങ്ങനെ പറയുമ്പോൾ അവരെ ദുആ ചെയ്തുകൊണ്ട് യാത്രയാക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് യാത്രയാക്കണം, നല്ല മനസ്സോടെ യാത്രയാക്കണം, ദുആ ചെയ്തുകൊണ്ട് യാത്രയാക്കണം. സഹാബാക്കളെ പറ്റി പറയപ്പെടുന്നു, അവർ ഒരു ഭാഗത്ത് ദുആ ചെയ്തുകൊണ്ട് കാര്യങ്ങൾക്ക് പുറപ്പെടുന്നു, പെണ്ണുങ്ങൾ മാറി നിന്ന് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. പിന്നെ എങ്ങനെ അവരുടെ ബദർ വിജയിക്കാതിരിക്കും? പിന്നെ എങ്ങനെ അവരുടെ കച്ചവടങ്ങൾ റാഹത്തിലാകാതിരിക്കും? ഒരു സഹാബി ഒരിക്കൽ വീട്ടിലേക്ക് വരികയുണ്ടായി. ഭയങ്കരമായ പട്ടിണി, വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് വന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പുറത്തേക്ക് പോയി. സഹാബിയായ സ്ത്രീ ഒരു വാചകം പറഞ്ഞു, പിന്നെ പോകുന്നത് കൊള്ളാം, ഹലാല് വല്ലതും കിട്ടിയാൽ കൊണ്ടുവന്നാൽ മതി, ഹറാമൊന്നും കൊണ്ടുവരണ്ട. അന്നത്തെ ഈമാൻ. നിങ്ങളുടെ ഈ മൂന്നാമത്തെ വട്ടം പോകുന്നതാണെങ്കിൽ എനിക്ക് പേടിയാകുന്നു, അതുകൊണ്ട് ഹലാലായത് കൊണ്ടുവന്നാൽ മതി, ഹറാമൊന്നും കൊണ്ടുവരണ്ട. മാറിയിരുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു തആല ഹലാലായ സമ്പത്ത് കൊടുത്ത് ആ സമ്പത്തുമായി അല്ലാഹുവിന്റെ ദാസൻ വരുന്നു. സഹോദരങ്ങളെ, കച്ചവടത്തിന് വിജയത്തിന് വേണ്ടി ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. വളരെ നല്ല കാര്യം. അല്ലാഹു നമ്മളെ കച്ചവടങ്ങൾ ഖൈറിലാക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരോട് എത്ര പേര് പറയാറുണ്ട്? എത്ര പേരുടെ ഭാര്യമാർ ദുആ ചെയ്യാറുണ്ട്? അതുകൊണ്ട് ഇതാണ് സുന്നത്ത്. നമ്മൾ സുന്നത്തുകൾ പഠിക്കും. അതുകൊണ്ട് റമദാൻ മാസം പറയുന്ന മൂന്നാമത്തെ ഉപദേശം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നമ്മൾ മുഴുവൻ സുന്നത്തുകളെയും ആദരിക്കും. രണ്ട്, കഴിവിന്റെ പരമാവധി സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുന്നു. ആ പറഞ്ഞു വന്ന കാര്യം, ഒരു മാസത്തിൽ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ സുന്നത്ത് പാലിക്കുന്നുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, പാലിക്കുന്നില്ല. ഒരു മാസം മര്യാദയ്ക്ക് പോയി പാലിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വരും. ഒരു മാസം കഴിഞ്ഞ് വന്നു. പിന്നെന്താ, വിവാഹമോചനം വേണോ? അതോ ഒരിക്കലും വേണ്ട. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അന്നത്തേതുപോലെ വളരെ സന്തോഷത്തിൽ കഴിയുകയാണെന്ന് പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, വിജയം ഇസ്ലാമിലാണ്, വിജയം ദീനിലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം മുഴുവൻ മനുഷ്യർക്കും വിജയമാണ്. ഞാൻ മുസ്ലിം സഹോദരങ്ങളോടും ഈ സുന്നത്തുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ പ്രവാചകൻ അംഗീകരിക്കാതിരിക്കൻ, ഈ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കൻ. ട്രെയിനിൽ ഒരു ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി. അവരോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. പുഞ്ചിരിച്ച് വീട്ടിൽ കയറണം, ഈശ്വരന്റെ നാമം പറഞ്ഞുകൊണ്ട് കയറണം, നല്ല വാചകങ്ങൾ വീട്ടിൽ കയറുമ്പം പറയണം, കെട്ടിയവരോട് നല്ല വാചകം പറയണം. ഇത് പറഞ്ഞപ്പോൾ ഉടനെ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഒരു ദിവസവും മര്യാദയ്ക്ക് നല്ല വാക്ക് പറഞ്ഞ് കയറിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ നല്ല വാക്ക് പറയുന്നുണ്ടോ? അവർ വലിയ സന്തോഷത്തിലായി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ലോകത്തിനും സമ്മാനമാണ്, ഐശ്വര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദര, ഈ മൂന്ന് കാര്യങ്ങളാണ് വലിയ നോമ്പിന്റെ മര്യാദകൾ, നിയമങ്ങൾ. വേറെ ഒന്നുമില്ല. പകലിൽ ആഹാരം ഉപേക്ഷിക്കേണ്ട, ഹലാലായ ആഹാരം നന്നായിട്ട് കഴിച്ചുകൊള്ളിൻ. ഭാര്യ ഭർത്തൃ സംസർഗം ഉപേക്ഷിക്കേണ്ട.
ഈ 3 കാര്യം: 1 ഹറാമുകൾ വർജിക്കണം, 2 ഫർളുകൾ നിർവഹിക്കണം, 3 സുന്നത്തുകളെ ആദരിക്കണം. തയ്യാറല്ല? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കാര്യം എങ്ങനെ ഉണ്ടാകും? ഇപ്പം പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര താല്പര്യത്തിലാണ്. നോമ്പ് കഴിയുമ്പോൾ അറിയാം 4 ഭാഗത്തു നിന്നും ഇതിനെതിരായ പ്രേരണ വരും. നിസ്കരിക്കാനോ പതുക്കെ ആകട്ടെ, സക്കാത്തോ ഒരു 6 മാസം കഴിയട്ടെ, ഹജ്ജോ മുസ്ലിയാർ അങ്ങനെയൊക്കെ പറയും, ഹറാമുകൾ വർജിക്കാനോ എന്നാൽ ഇന്നത്തെ സിനിമ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. പെരുന്നാളിന് അന്ന് തന്നെ പ്രശ്നത്തിലാകും നമ്മൾ. നാക്ക് സൂക്ഷിക്കാനോ അതെല്ലാം വലിയ വലിയ ആളുകളുടെ സ്വഭാവമാണ്. എനിക്കിടയ്ക്കിടയ്ക്ക് ചീത്തയൊക്കെ വിളിക്കണം. അതുപോലെ സുന്നത്തുകളെ പറ്റി പറയാനില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഉണ്ടാകാൻ എന്ത് ചെയ്യണം? നമ്മൾ ഒരു 3 മരുന്നുകൾ കഴിക്കണം. 3 മരുന്ന് കഴിക്കണം. 3 ഗുണം, അതിന് 3 മരുന്നുകൾ. ചെയ്യുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. ചുമ്മാ അറിവിറക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. ചെയ്യൂ ഇൻഷാ അല്ലാഹ്. ചെയ്യാൻ പറ്റാത്തതാണ് പറഞ്ഞ വേറെ മരുന്നിനെ പറ്റി ആലോചിക്കാം. ഒരു 3 മരുന്ന് പറഞ്ഞിട്ട് ചെയ്യുമോ ഇൻഷാ അല്ലാഹ്? ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 1, അള്ളാഹുവുമായിട്ട് അടുപ്പമുണ്ടാകണം എന്ന നീയത്തിൽ ദിവസവും ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ശാന്തമായിട്ട് ചെല്ലിൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അടുപ്പമുണ്ടാകണം എന്ന നീയത്തിൽ ഒരു 100 സലാത്ത് ചെല്ലിൻ. ബുദ്ധിമുട്ടുള്ളതാണോ? 15 മിനിറ്റ് പിടിക്കും. പക്ഷെ സമയമെടുത്ത് പുരുഷന്മാര് മസ്ജിദിന്റെ മൂലയിൽ അല്ലെങ്കിൽ കടയിൽ വീട്ടിൽ സ്ത്രീകൾ ശാന്തമായിട്ടിരുന്ന് സമയമെടുത്ത് ചെല്ലണം. ഈ പള്ളിയിലെല്ലാം അഫ്ദൽ ദിക്റെന്ന് നിസ്കാരത്തിന് ശേഷം പറഞ്ഞ് പരിശീലിപ്പിക്കുക എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ ചെല്ലണമെന്ന് പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് മാത്രമായിട്ട് ചെല്ലലല്ല. അതുകൊണ്ട് 100 ഇത് ആവുകയില്ല. എല്ലാവരും എന്റെ കൂട്ടത്തിൽ ചെല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്ഷരശുദ്ധിയോടെ അർത്ഥം ചിന്തിച്ച് നെഞ്ചിന്റെ ഉള്ളിലേക്ക് ഈമാൻ ഇറങ്ങുന്നതായി അനുഭവപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്സാരമൊന്നുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇ ഹംസ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹൻ, മനസ്സുകൊണ്ടുള്ള നാവുകൊണ്ടുള്ള സമ്പത്ത് കൊണ്ടുള്ള ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം. എന്റെ മുഴുവൻ ആരാധനയും ഞാൻ അല്ലാഹുവിന് മാത്രം നിർവഹിക്കും. ഇതുപോലെ സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അടുക്കണമെന്ന നിയ്യത്തിൽ എല്ലാവരും ചിന്തിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം. വളരെ ചെറിയ സലാത്താണ്. അല്ലാഹുവേ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുഴുവൻ മഹാത്മാക്കളുടെയും മേൽ നിന്റെ അനുഗ്രഹങ്ങൾ നീ വർഷിപ്പിക്കണമേ. ദുആ ചെയ്ത് ഇങ്ങോട്ട് ദുആ നേടി. ഒരു സ്വലാത്ത് 10 ഇങ്ങോട്ട് നേടി എന്നല്ല, ഒരു റിവായത്തനുസരിച്ച് 30 അനുഗ്രഹങ്ങൾ നേടിയെടുക്കരുത്. ഇതാണ് ഒന്നാമത്തെ മരുന്ന്. കഴിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം ഒരു 15 മിനിറ്റ് പെണ്ണുങ്ങളോട് പറയും, ദിക്ർ ചൊല്ലിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചവരുമായിട്ട് അടുക്കാൻ, സ്വലാത്ത് നബിതങ്ങളുമായിട്ട് അടുക്കാൻ. 2, ദീനിയായ ഇൽമുകൾ അല്പാൽപ്പം പഠിക്കാൻ. ദീനിയായ അറിവുകൾ അല്പാൽപ്പം പഠിക്കാൻ. നമുക്ക് കൊച്ചുകുട്ടികളെ പോലെ മദ്രസയിൽ പോകാനുള്ള കഴിവില്ല. അൽഹംദുലില്ലാഹ് ഇന്ന് മുതിർന്നവർക്കും അങ്ങനെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്, വേറെ കാര്യം. പക്ഷെ നമുക്ക് എളുപ്പമായ വഴികളുണ്ട്. വെള്ളിയാഴ്ച നടക്കുന്ന ഉസ്താദുമാരുടെ നസീഹത്തുകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ, അതിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കാൻ. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ അത് കുറിച്ചു വെച്ച്
അർഹതയുള്ള ആലിമീങ്ങളെ കാണുമ്പോൾ അവരോട് ചോദിക്കും. തലപൊട്ടിക്കുന്ന കാര്യങ്ങളല്ല ഉസ്താദന്മാരോട് ചോദിക്കേണ്ടത്. വെറുതെ വന്നിരുന്ന ആൾക്കാരെ പറ്റി ചോദിക്കും. നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ആൾക്കാരെ പറ്റി അഭിപ്രായം എന്താണ്? എനിക്ക് കായംകുളത്തുള്ള എന്നെ പറ്റി അഭിപ്രായം പറയാനേ അറിയാവുള്ളൂ, വേറെ ആൾക്കാരെ എനിക്കറിയില്ല. അപ്പോൾ നമ്മളെപ്പറ്റി ചെയ്യുന്ന എൻ്റെ നിസ്കാരം, എൻ്റെ അത്തഹിയാത്ത്, എൻ്റെ കുനൂത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംശയം വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ആലിമീങ്ങളെ കാണുമ്പോൾ അവരോട് ചോദിക്കുക. നിസ്കാരം നന്നാക്കാൻ പരിശ്രമിക്കുക. വൈവാഹിക കാര്യങ്ങളെപ്പറ്റി ചോദിക്കുക. ഇങ്ങനെ നമ്മൾ ആലിമീങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുക. 3 ദീനിയായ കിതാബുകൾ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് മേടിച്ച് അത് വായിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആൻ, പുണ്യമായ ഹദീഫ്. 4 വഅദുകളും ദീനിയായ ക്ലാസുകളും നല്ല മജ്ലിസുകൾ അത് പ്രയോജനപ്പെടുത്തി. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് വഴി വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. നമ്മുടെ ബലഹീനതയ്ക്ക് അനുസരിച്ച് അല്ലാഹു തആല വഴി എളുപ്പമാക്കി. എന്നോടൊരു സഹോദരൻ ചോദിച്ചു, ഇതുപോലെ പള്ളിയൊക്കെ ഇങ്ങനെ മിനുക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞു, 1 വീട് മിനുക്കാൻ നിങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ലല്ലോ, പള്ളി മിനുക്കുമ്പോൾ എന്താ ഇത്ര ബുദ്ധിമുട്ട്? 2 ശരിയായ മറുപടി കൊടുത്തു. പഴയ കാലഘട്ടത്തിൽ നല്ല മനക്കരുത്തുള്ള ആളുകളായിരുന്നു. ഇന്ന് നമ്മൾ ബലഹീനരാണ്. അതിനനുസരിച്ച് റഹ്മാനായ അള്ളാഹുവാണ് സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അല്ലാഹു തആല ഇൽമു പഠിക്കാൻ ധാരാളം സൗകര്യം. നമ്മളെല്ലാവരുടെ കയ്യിൽ മൊബൈൽ കാണും. മൊബൈൽ ഒന്നുകിൽ നരകത്തിലേക്ക് തെന്നി വീഴാനുള്ള ഒന്നാന്തരം വഴുവഴുക്കൻ പാലം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഒരൊറ്റയടിക്ക് ഉയരാനുള്ള ഒന്നാന്തരം വലിയ അത്ഭുതകരമായ ഒരു മിഅ്റാജ്, ഒരു മആരിജ്, വലിയൊരു ഏണിപ്പടി. നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിച്ച് മസ്ജിദ് നബവിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ നോക്കി ഓതാൻ പഠിക്കാൻ പറ്റും. നബിതങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ മൊബൈൽ ഉപയോഗിച്ച് ഹിഫ്ള് പഠിക്കാൻ പറ്റും, ശരിയായ ഉപയോഗിച്ചാൽ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഉറച്ച തീരുമാനമെടുക്കൽ. ഞാൻ ഇൻഷാ അല്ലാഹ് മൊബൈൽ ഹറാമുമായി ബന്ധിപ്പിക്കുകയില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ മൊബൈൽ കൊണ്ട് ഹറാമാകും സഹോദരങ്ങളെ. ഞാൻ കിതാബിന് മുകളിൽ വെച്ചോണ്ടെങ്കിൽ പേടിയില്ല. കാരണം എന്ത്? ഇതിൽ 2 ഖുർആൻ ഷരീഫുണ്ട്, 4 ഖുർആനിന്റെ വിശദീകരണമുണ്ട്. പലപ്പോഴും പ്രസംഗിക്കുന്നത് അത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ദിവസവും രാവിലെ 15 മിനിറ്റ് ഈ സാധനം ഉപയോഗിച്ച് കേരളത്തിന്റെ അല്ല, അൽഹംദുലില്ലാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖുർആന്റെ ദർസ് എത്തിക്കുന്നുണ്ട്. ഇന്ന് അൽഹംദുലില്ലാ 2 ജുസ് പൂർത്തിയായി. അല്ലാഹു തആല ബാക്കിയുള്ളതും എളുപ്പമാക്കുമാറാകട്ടെ. നിങ്ങൾ ആ ഗ്രൂപ്പിൽ അംഗമാകും. ദിവസവും 15 മിനിറ്റ് വീതം പരിശുദ്ധ ഖുർആന്റെ ദർസ്, ഖുർആന്റെ ആയത്തുകളോതും അതിന്റെ ആശയം പറയും. നമ്മളെ കൂട്ടുകാരത് എഡിറ്റ് ചെയ്ത് ഖുർആന്റെ വാക്യം ഇട്ടുകൊണ്ട് അതിന്റെ ഹെഡിങ്ങുകളും ചുരുക്കെഴുത്ത് അതിന്റെ സന്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കും. 5 പൈസ പോലും ചെലവില്ല. എന്തെളുപ്പമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ദീനിന്റെ ഇൽമ് പഠിക്കാൻ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. ദിവസവും ഒരു ആയത്ത്, ഒരു ഹദീസെങ്കിലും ദീനിയ ഇൽമെങ്കിലും പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 3 ഒന്നാമത്തെ മരുന്ന് ദിക്ർ, 2ാമത്തെ മരുന്ന് ഇൽമ്, 3ാമത്തെ മരുന്ന് നമ്മളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇരുലോകത്തും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. ഡോസ് കടുപ്പായി പോയോ? പറഞ്ഞത് കടുപ്പായി പോയോ? പക്ഷെ ചെയ്യണം. ഞാനും എൻ്റെ ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, സ്നേഹമുള്ളവർ, ദേഷ്യമുള്ളവർ എല്ലാവരും നന്നാകണം. ഒരാൾ പോലും നശിക്കാൻ പാടില്ല. എല്ലാവരും ഗുണം പിടിക്കണം. ഈ ലോകത്തും നന്നാകണം, നാളെ പരലോകത്തിൽ നന്നാകണമെന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുകയും കഴിവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യും. ആഗ്രഹം വിശാലമാക്കി. കുഴപ്പമല്ലോ ഉണ്ടോ? എല്ലാവരും ഇപ്പോഴേ ആഗ്രഹിക്കും. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. അവൻ മുടിയണം, ഇവൻ മുടിയണം. ഈ ചിന്ത മുഴുവനും മാറ്റി. റമദാനിൽ ഇരുന്ന് നല്ല ചിന്ത വെക്കും. പടച്ചവനെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന് നന്നാകണം. ഞാനല്ലല്ലോ നന്നാക്കുന്നത്, അള്ളാഹ് നന്നാക്കുന്നത്. ലോകം മുഴുവനും നന്നാകണം. ഇന്ത്യ മഹാരാജ്യം നന്നാകണം.
കേരളം സമ്പന്നമാകണം, ഇന്ത്യ നല്ല നിലയിലാകണം, അറബ് നാടുകൾ നല്ല അവസ്ഥയിലാകണം, പാശ്ചാത്യ നാടുകൾ നല്ല അവസ്ഥയിലാകണം, ലോകം മുഴുവനും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു. 2, നമ്മുടെ കഴിവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കും. ഭാര്യയോട് പറയാനുള്ള കഴിവുണ്ടോ? ഉണ്ടോ? മക്കളോട് പറയാനുള്ള കഴിവുണ്ടോ? അയൽവാസികളോട് സലാം പറഞ്ഞൂടെ? ഇതാണ് പരിശ്രമം. ആരുമായിട്ട് വഴക്കില്ല, ആരുടെ കുത്തിൽ പിടിച്ച് വലിക്കലില്ല, ആർക്കും പൈസ കൊടുത്ത് ദീനുമായി ബന്ധിപ്പിക്കലില്ല. ആത്മാർത്ഥമായിട്ട് പറയുന്നു, സഹോദര ദീനുമായി ബന്ധപ്പെടുന്നു. നമ്മൾ മസ്ജിദിലേക്ക് വരുന്നു, ഭാര്യയോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നു. മൻ യൂഖിദു സവാഹിബൽ ഹുജറാത്ത് ജാഅത്തിൽ മൗതു ബിമാ ഫീ വജാഅത്തിൽ റാദിഫ തത്ബഉഹ റാദിഫ. തഹജ്ജുദ് സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നു. ചെറിയ ശബ്ദത്തിൽ ഭാര്യമാരോട് പറയുകയാണ്, മരണം അടുത്തുകൊണ്ടിരിക്കുന്നു, ലോകം അവസാനിക്കാനായി, പരലോകം ആരംഭിക്കാനായി. ഒരൊറ്റ വാക്ക് ഭാര്യമാർ ചാടി എഴുന്നേറ്റ് നിസ്കരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വരുന്നു, ഒന്ന് മോന്റെ തലയിൽ നിന്ന് തടകിടാ, ബാ നിസ്കരിക്കാൻ ബാ. ചീത്ത വിളിക്കണ്ട. ഇസ്ലാം ചീത്ത വിളിയല്ല, ശപിക്കലല്ല. ഒന്ന് എഴുന്നേറ്റ് വാ, പാപ്പ ഇപ്പൊ വരാൻ വയ്യ, മോനെ എഴുന്നേറ്റ് വാടാ, ബാ നമുക്ക് നിസ്കരിക്കാം. സ്നേഹത്തിൽ പറയും, അയൽവാസികളോട് സ്നേഹത്തിൽ പറയും, കൂട്ടുകാരോട് സ്നേഹത്തിൽ പറയും, കല്യാണം കഴിക്കുന്ന യുവാക്കളോട് യുവതികളോട് സ്നേഹത്തിൽ പറയും. ഇതാണ് 3ാമത്തെ കാര്യം. സഹോദരങ്ങളെ, ഇൽമു കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടും. ദിക്ർ കൊണ്ട് നമ്മളുടെ അകക്കണ്ണ് തുറക്കപ്പെടും. ഈ പ്രബോധന പ്രവർത്തനം കൊണ്ട് നമുക്ക് ചാലക ശക്തി കിട്ടും, ഇന്ധനം കിട്ടും. നമ്മൾ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലെത്തും. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര, ലൈലത്തുൽ ഖദ്ർ മുതൽ അടുത്ത ലൈലത്തുൽ ഖദ്ർ കർമ്മ പദ്ധതി. 100 കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പേടിച്ചാണ് ലൈലത്തുൽ ഖദ്ർ വരെ ഇയാൾ മിക്കവാറും ഒരു 100 കാര്യം എണ്ണി പറയുമെന്ന്. 3 കാര്യങ്ങൾ മതി. 2 സംഭവിക്കും. വല്ലാഹി ഞാൻ ഹറാമുകൾ ചെയ്യില്ല, ഫർദുകൾ ചെയ്യും, സുന്നത്തുകളെ ആദരിക്കുമെന്ന് തീരുമാനമെടുത്താൽ 2 സംഭവിക്കും. 1, അള്ളാഹു അവന്റെ ഉദവി കൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത റമദാനാകുമ്പോൾ ഇതിനേക്കാളും ഈമാനിൽ, യഖീനിൽ, തഖ്വയിൽ, തവക്കുലിൽ, റാഹത്തിൽ, ബർക്കത്തിൽ, സന്തോഷത്തിലാകും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ കഴിഞ്ഞ മുമ്പ് റമദാനൊന്നും ഇല്ലാത്തത് പുതിയതായിട്ട്? അള്ളാഹുവിന് അനുഗ്രഹം എന്ന് പറയും, പടച്ചവന് കൃപയെന്ന് പറയും. ആളുകൾ കൂടുതലായിട്ട് നിസ്കരിക്കാൻ വരുന്നു, ദീനിയായ നസീഹത്തുകൾ അൽഹംദുലില്ലാഹ് ചെയ്യുന്നു, ആൾക്കാരെല്ലാവരും ഇരിക്കുന്നു. പടച്ചവന്റെ അനുഗ്രഹം. അതുകൊണ്ട് ഒന്നുകിൽ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ റമദാനിനേക്കാളും ബെസ്റ്റായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 2, അടുത്ത റമദാനിന്റെ യാത്രക്കിടയിൽ നമ്മളുടെ മരണം സംഭവിച്ചാൽ ഈ റമദാനിന്റെ ചൈതന്യത്തിലായിരിക്കും നമ്മളുടെ മരണം സംഭവിക്കുന്നത്. റയ്യാൻ എന്ന കവാടം തുറക്കപ്പെട്ട നിലയിലായിരിക്കും സംഭവിക്കുന്നത്. മറ്റൊരു വാക്കുകൂടി പറയട്ടെ, നമ്മളുടെ 2ാമത്തെ പെരുന്നാൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരിക്കും മരിക്കുന്നത്. പെരുന്നാളിൽ 2 ഓർക്കണം. 1, ഈ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയുള്ള പെരുന്നാൾ അള്ളാഹു ഉമ്മത്തിന് ഖൈറാക്കുമാറാകട്ടെ. ചെറിയ പെരുന്നാളെന്ന് വെച്ച പേര് 1ാം തരം പേര് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് വെച്ചെന്ന് എനിക്കറിയില്ല. 1ാം തരം പേരാണ് ചെറിയ പെരുന്നാൾ. വലിയ പെരുന്നാൾ ഏതാണെന്നറിയാമോ? ഈ നോമ്പിന്റെ ചൈതന്യത്തിലായി മരിച്ചു വീഴും, ഖബറിൽ പോയി കുറച്ചു നാള് കിടക്കും, മഹ്ശറ വൻസഭയിൽ എഴുന്നേക്കും, ഹബീബിന്റെ ഹൗദിൽ നിന്ന് കുടിച്ച് നോമ്പ് തുറക്കും, ഒടുക്കത്തെ ദാഹം അവിടെ വെച്ച് തീരും, അള്ളാഹുവിന്റെ അർശിന്റെ അടിയിലേക്ക് വരും, പടച്ചവനുമായി മുഖാമുഖം ദർശിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, 1 അവന്റെ നോമ്പ് അവസാനിച്ച് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രക്ഷിതാവിനെ കാണുന്ന സമയത്ത് ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. അതാണ് വലിയ പെരുന്നാൾ, അതാണ് വലിയ പെരുന്നാൾ, അതാണ് വലിയ പെരുന്നാൾ. ദുൽഹജ്ജ് പെരുന്നാൾ വലിയ പെരുന്നാൾ, അത് ബലി പെരുന്നാളാണ്. നമ്മൾ ഈ ആഘോഷിക്കാൻ പോകുന്ന ചെറിയ പെരുന്നാൾ.
നമ്മുടെ മുമ്പിലുണ്ട് സഹോദരങ്ങളെ വലിയ പെരുന്നാൾ. അതെപ്പോഴാണ്? വലിയ നോമ്പ് നിർവഹിക്കുമ്പോൾ. വലിയ നോമ്പ് നിർവഹിക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും. അള്ളാഹു നമ്മളെ കാണാൻ ആഗ്രഹിക്കും. നമ്മളും പടച്ചവനെ കാണാൻ കൊതിക്കും. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. ഖുൽ നബിയെ, താങ്കൾ ജനങ്ങളോട് പറയിൻ, ഇന്നമാ അന ബശറും മിസ്ലുകും, ഞാനൊരു മനുഷ്യനാണ്, മലക്കല്ല, ദൈവവുമല്ല. പക്ഷെ ഒന്നും കൂടിയുണ്ട്, യൂഹാ ഇലയ്യ, നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഒരു വലിയ സന്ദേശം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രവാചകനാണ്, ദൂതനാണ്. അങ്ങനെയുള്ള ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ആരാധനയ്ക്കർഹൻ ഏകനായ അല്ലാഹു മാത്രമാണ്, പരമേശ്വരൻ മാത്രമാണ്. ഇന്ത്യ രാജ്യം ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാണ്. ഈ രാജ്യത്തെ ഞങ്ങൾ ആദരിക്കും, സ്നേഹിക്കും, ആരാധിക്കാൻ തയ്യാറല്ല. ആരാധന ഈശ്വരന് മാത്രം. പശുവിനെ ഞങ്ങൾ സ്നേഹിക്കും, ശുശ്രൂഷിക്കും, അതിനോട് വളരെയധികം സ്നേഹം ഞങ്ങൾ കാണിക്കും. പക്ഷെ അതിന് ഞങ്ങൾ ആരാധിക്കാൻ തയ്യാറല്ല. ആരാധനക്കർഹൻ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ഈശ്വരനായ, സ്രഷ്ടാവായ, പടച്ചവനായ ഏക അല്ലാഹു മാത്രമാണ്, പടച്ച തമ്പുരാൻ മാത്രമാണ്. ലോകത്തോട് പറയണം, നമുക്ക് തീവ്രവാദം എടുത്തിയാട്ടമൊന്നുമില്ല. വളരെ സ്നേഹത്തിൽ ആ പശുവിന്റെയും താങ്കളുടെയും എന്റെയും പടച്ച തമ്പുരാൻ, നിയന്താവ്, നമ്മെ മരിപ്പിക്കുന്നവൻ, നാളെ എഴുന്നേൽപ്പിക്കുന്നവൻ, ആ പടച്ചവനെ ആരാധിക്കാൻ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആ പടച്ചവനെ പറ്റി അറിഞ്ഞാൽ മനസ്സിൽ ആഗ്രഹമുണ്ടാകും പടച്ചവനെ കണ്ടുമുട്ടണമെന്ന്. ആര് പടച്ചവനെ നല്ല നിലയിൽ കാണാൻ ആഗ്രഹിക്കുന്നു, ഫൽയഅമൽ അമലൻ സാലിഹാ, അധികമായി സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. ഓരോ പ്രഭാതത്തെയും വിലമതിക്കട്ടെ, ഓരോ മധ്യാഹ്നത്തെയും വിലമതിക്കട്ടെ, ഓരോ സായാഹ്നത്തെയും വിലമതിക്കട്ടെ, ഓരോ ഇലവുകളെയും അവസരമായി കാണട്ടെ. അവന്റെ ബാല്യത്തെയും കൗമാരത്തെയും യുവത്വത്തെയും മധ്യവയസ്കതയും എല്ലാം ഒരനുഗ്രഹമായി, അവസരമായി കണ്ട് കഴിവിന്റെ പരമാവധി നന്മകൾ വാരിക്കൂട്ടട്ടെ. ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ ഒരു വ്യക്തിയെയും ഒരു ശക്തിയെയും പങ്കുചേർക്കാതിരിക്കട്ടെ. ആ പടച്ചവനെ മാത്രം ആരാധിച്ചു കൊള്ളട്ടെ. ഇതാണ് സഹോദര, അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടണം, അല്ലാഹനെ കണ്ടുമുട്ടണം. ഏതൊരു പടച്ചവനെ കാണാതെയാണ് വയറ് തടകി പടച്ചവനെ നിനക്ക് വേണ്ടി നോമ്പെന്ന് പറഞ്ഞത്? ഏതൊരു പടച്ചവനെ കാണാതെയാണോ പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്തത്? ഏതൊരു പടച്ചവനെ കാണാതെയാണ് അവന്റെ കഅബയെ തവാഫ് ചെയ്തത്? ആ അല്ലാഹുവിനെ നേരിട്ട് കാണുമ്പോൾ
ഒരു വല്ലാത്ത സുഖാനുഭൂതി ഉണ്ടാകും. അതാണ് വലിയ പെരുന്നാളെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എനിക്ക് നമ്മുടെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും റഹ്മാനായ റബ്ബ് വലിയ പെരുന്നാളിന് നസീബാക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യും. വലിയ ഔദാര്യം ചെയ്തവരാണ്, കരുണ ചെയ്തവരാണ്. അവരുടെ കൃപയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മരിച്ചവരെ മറക്കരുത്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുണം ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ കൂലി നൽകുമാറാകട്ടെ. അള്ളാഹു ഈ സരസ്സിനെ കബൂലാക്കുമാറാകട്ടെ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, കായംകുളത്തെ ഈ പ്രധാനപ്പെട്ട മസ്ജിദിൽ റമദാനിന്റെ ഒരു മാസത്തെ പരിപാടി വെച്ച് ആലിമീങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സംഘാടകർ, അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ, അതിലെല്ലാം ഉപരിയായി ബഹുമാനപ്പെട്ട ഉസ്താദ് ജലാലുദ്ദീൻ മൗലവി ഹഫ്ളഹുല്ലാ, അവർക്കെല്ലാം ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല ഈ മസ്ജിദിനെ ഇതിന്റെ പേര് പോലെ തന്നെ ഒരു കേന്ദ്രീയ സ്ഥാപനമായി, പ്രസ്ഥാനമായി, നന്മയുടെ ചാലകശക്തിയായി മുഴുവൻ ആളുകൾക്കും സന്മാർഗത്തിന്റെയും ഐശ്വര്യത്തിനെ കേന്ദ്രമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സേവനം ചെയ്ത എല്ലാവർക്കും വമ്പിച്ച പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചുറ്റുഭാഗത്ത് വിശ്രമിക്കുന്ന